ഹലോ ഹായ് ഗുഡ് മോർണിംഗ് മക്കളെ, എല്ലാവർക്കും ന്യൂട്ടൻസിൻ്റെ +1 ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം മക്കളെ, നമ്മൾ ഇതാ ലാസ്റ്റ് യൂണിറ്റിലെ ലാസ്റ്റ് ചാപ്റ്ററുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നല്ലേ. നമ്മൾ കഴിഞ്ഞ എല്ലാ യൂണിറ്റും നമ്മൾ ചെക്ക് ചെയ്ത് വന്നിട്ടുണ്ടല്ലേ. ഏറ്റവും നന്നായിട്ട് ഞങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കണം എന്നുള്ളതാണ് ലാസ്റ്റ് പാഠം എത്തുമ്പോഴും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മുടെ ലാംഗ്വേജിന് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യിക്കുന്നതിന് വേണ്ടി നമ്മൾ റീഡിങ്, ലിസ്ണിങ്, അതുപോലെ തന്നെ എന്ത് എബിലിറ്റീസ്, ലിസ്ണിങ് എബിലിറ്റീസ് ഉൾപ്പെടെ കൂട്ടി കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ലാംഗ്വേജിനെ ഇമ്പ്രൂവൈസ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ ശ്രമകരമായ ദൗത്യം എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അത് മക്കൾ നന്നായിട്ട് നടത്തണം എന്ന് മാത്രമാണ് പറയുന്നത്. നമുക്ക് എക്സാംസിലേക്ക് പോകേണ്ടതുണ്ട്. അതിന് മുന്നേ ലാസ്റ്റ് ചാപ്റ്റർ ആണ് അല്ലേ. ഏതാണ് ആ ചാപ്റ്റർ? നമുക്ക് നേരെ ചാപ്റ്ററിലോട്ട് പോവാം അല്ലേ. ഏതാണ് ഞാൻ ലാസ്റ്റായിട്ട് എടുത്തു വെച്ച ചാപ്റ്റർ? ഒന്ന് നോക്കിയേ. യെസ്, കൺസെപ്ച്വൽ ഫ്രൂട്ട് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ അല്ലേ. എന്താണ് കൺസെപ്ച്വൽ ഫ്രൂട്ട്? കേൾക്കുമ്പോൾ തന്നെ എന്താ തോന്നുന്നത് അല്ലേ? എന്താണ് ഭാവനയിലെ അല്ലേ? ഭാവന, കൺസെപ്റ്റ് എന്താണ്? ഭാവനയാണ് അല്ലേ. കൺസെപ്ച്വൽ ഫ്രൂട്ട് അല്ലേ, ഭാവനയിലെ ഫലം എന്നുള്ളതാണ് പറയുന്നത്. എന്താണ് ഭാവനയിലെ പഴം അല്ലെങ്കിൽ ഫലം എന്ന് പറയുന്നത്? നമുക്ക് നോക്കാം അല്ലേ. എന്താണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും അല്ലേ. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു വീടൊക്കെ തയ്യാറാക്കിയ പോലെ നമ്മുടെ ഈ കാർട്ടൂൺസിലും നമ്മുടെ കുറച്ച് ഗെയിംസിലൊക്കെ കാണുന്ന പോലെയുള്ള വീടുകളാണല്ലേ നമ്മുടെ മുന്നിൽ തെളിഞ്ഞ് വരുന്നത്. അപ്പോൾ എന്താണത് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്, എന്തൊക്കെയാണ് ഇവിടുത്തെ കാര്യം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇത് എഴുതിയത് ഐസ ഫ്രാങ്ക് ആണ്. ഐസ ഫ്രാങ്ക് ഈസ് എ critically acclaimed short story writer. She worked as a psychotherapist before becoming a full-time writer. In addition to writing fiction, Frank also teaches at the University of San Francisco. This short story, Conceptual Fruit, about the internet appears in the collection Sleeping in Velvet. Okay, എന്താ പറയുക, ഇവർ ആരായിരുന്നു എന്നുള്ളതാണ്, സൈക്കോ തെറാപ്പിസ്റ്റ് ആയിരുന്നു. അവർ ഒരു ഫുൾ ടൈം ആയിട്ട് റൈറ്ററായി മാറുന്നതിന് മുന്നേ അവർ സൈക്കോ തെറാപ്പിസ്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ അവർ പഠിപ്പിച്ചിരുന്നു. ഇവിടെ സാൻ ഫ്രാൻസിസ്കോയിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുപോലെ ഇവരുടെ ഒരു ഷോർട്ട് സ്റ്റോറിയാണ് എന്ത് കൺസെപ്ച്വൽ ഫ്രൂട്ട് എന്ന് പറയുന്നത്. ശരിക്കും ഇൻ്റർനെറ്റിലാണ് അപ്പിയർ ചെയ്തിട്ടുള്ളത് അല്ലേ. ദി കളക്ഷൻ ഓഫ് സ്ലീപ്പിംഗ് ഇൻ വെൽവെറ്റ് എന്ന് പറയുന്ന ഭാഗത്താണ്. അതിൽ ആ ഒരു പുസ്തകത്തിൻ്റെ ആ ഒരു എഡിഷൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സ്റ്റോറി കടന്നു വന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം, നേരെ നമുക്ക് ഇങ്ങോട്ടേക്ക് പോവാം, കഥയിലേക്ക് പോവാം. അധികം വൈകിപ്പിക്കുന്നില്ല, നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിച്ച് പോവാം. ഓക്കെ, when he told his family about the site of the internet where you could read or read, his wife and son went on eating fair pasta and articles. Only his daughter Greta looks up. I could buy a house on Farmington Street, he says, and puts as many rooms in it as I wanted. I could fill it with fruit and make my own library. Sure, Dad, said his son, who was 11. You could do that if you wanted to. His sons already knew how to program computers but wasn't interested. These ways he wanted to give away books and devote his life to karate. ഓക്കെ, എന്താ പറയുന്നത്? നമ്മളിവിടെ പറയുകയാണത് ഒരു കഥയാണിത്, ഷോർട്ട് സ്റ്റോറിയാണ്. ഇവിടെ ഒരു അച്ഛനുണ്ട്, അതുപോലെ തന്നെ വേറെ ആരുണ്ട്, ഒരു അമ്മയുണ്ട്, 2 മക്കളുണ്ട്, ഒരു മകളും അതിൻ്റെ ഇളയതായിട്ട് ഒരു മകനും. അപ്പോൾ അവരുടെ ഇടയിൽ ഒരു സംഭാഷണമൊക്കെ ആയിട്ടാണ് നമ്മളിവിടെ പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ ഈ പറയുന്ന സംഭാഷണങ്ങളിലേക്കൊക്കെ വരുന്ന സമയത്ത് എന്താണ് നമുക്ക് കൂടുതലായിട്ട് കാണാൻ വേണ്ടി കഴിയുന്നത്? നമ്മുടെ സംഭാഷണങ്ങളിലേക്ക് പോകുന്ന സമയത്ത് ഓരോ സംഭാഷണവും നിങ്ങൾ ശ്രദ്ധിക്കുക, ഓരോരുത്തരുടെ ക്യാരക്ടറും നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അവരെന്താ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവും അല്ലേ. ഇത് നമുക്ക് ഓരോ പാരഗ്രാഫായിട്ട് നോക്കി വേഗം പോവാം. When he told his family about the site on the internet where you could create whole streets, his wife and son went on eating clear pasta and artichokes. അല്ല, എന്താ പറയുന്നത്? അതായത് തൻ്റെ മുഴുവൻ സാമ്രാജ്യവും അല്ലേ. When he told his family about a site on the internet where you could create whole street അല്ലേ. തൻ്റെ മുഴുവൻ സാമ്രാജ്യം, അതാണ് തൻ്റെ മുഴുവൻ സാമ്രാജ്യവും സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരിടം ഇൻ്റർനെറ്റിൽ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം കുടുംബത്തോട് പറയുക ചെയ്തത് അല്ലേ. തൻ്റെ മുഴുവൻ സാമ്രാജ്യവും കണ്ടെത്താൻ പറ്റുന്ന ഒരിടം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം തൻ്റെ കുടുംബത്തോട് പറയാം അല്ലേ, അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു അല്ലേ. അയാളുടെ ഭാര്യയും മകനും പക്ഷെ ആ സമയത്ത് എന്ത് ചെയ്യാന്നാ പറഞ്ഞത്?
പാസ്തയും അതുപോലെ ആർട്ടിചോക്സും കഴിക്കാനുള്ള തിരക്കിലായിരുന്നു അല്ലേ. അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകനും പക്ഷെ എന്താണ് ഈറ്റിംഗ് ദെയർ പാസ്ത ആൻഡ് ആർട്ടിചോക്സ് അല്ലേ. ആർട്ടിചോക്സും പാസ്തയും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ, അതിലും മുഴുകിയിരിക്കുകയായിരുന്നു. ഓൺലി ഹിസ് ഡോട്ടർ ഗ്രെറ്റ ലുക്സ് അപ്പ് അല്ലേ. ആര് മാത്രമേ തല ഉയർത്തി അദ്ദേഹത്തെ നോക്കിയുള്ളൂ? അദ്ദേഹത്തിൻ്റെ മകളായ ഗ്രെറ്റ മാത്രമേ തല ഉയർത്തി അദ്ദേഹത്തെ നോക്കിയുള്ളൂ എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും. ഐ കുഡ് ബൈ എ ഹൗസ് ഓൺ പോമാങ്കർ സ്ട്രീറ്റ് ഹി സെഡ് അല്ലെ. അദ്ദേഹം എന്തു പറഞ്ഞു? അയാൾ പറഞ്ഞു പൊമാഞ്ചർ സ്ട്രീറ്റിൽ ഒരു വീട് വാങ്ങണം അല്ലേ. പൊമാഞ്ചർ സ്ട്രീറ്റിൽ എനിക്ക് ഒരു വീട് വാങ്ങണം. ആൻഡ് പുട്ട് ആസ് മെനി റൂംസ് ഇൻ ഇറ്റ് ആസ് ഐ വാണ്ടഡ് അല്ലേ. എന്താണ് ആ വീട്ടിൽ എത്ര മുറികൾ വേണമെങ്കിലും ആവാം അല്ലേ. ആഗ്രഹമനുസരിച്ച് എനിക്കത് ഉണ്ടാക്കണം അല്ലേ. ഐ കുഡ് ഫിൽ ഇറ്റ് വിത്ത് ഫ്രൂട്ട് ആൻഡ് മേക്ക് മൈ ഓൺ ലൈബ്രറി. എന്താണ് ആ മുറികൾ അല്ലേ. ആ മുറികൾ എനിക്ക് പഴങ്ങൾ കൊണ്ട് ഫിൽ ഇറ്റ് വിത്ത് ഫ്രൂട്ടാണ് പറയണം അല്ലേ. പഴങ്ങൾ കൊണ്ട് നിറക്കാൻ വേണ്ടിയിട്ട് കഴിയണം അല്ലേ. ഫിൽ ഇറ്റ് വിത്ത് ഫ്രൂട്ട് ആൻഡ് മേക്ക് മൈ ഓൺ ലൈബ്രറി എന്നാണ് പറയുന്നത്. എന്താണ് എനിക്ക് സ്വന്തമായ ഒരു ലൈബ്രറി കൂടി അതിലുണ്ടാക്കണം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഷോ ഡാഡ് സാഡ് ഹിസ് സൺ അല്ലേ. ശരി അച്ഛ എന്ന് അദ്ദേഹത്തിൻ്റെ മകൻ പറയാണ്. ഹു വാസ് 11 അല്ലേ. 11 വയസ്സുള്ള അദ്ദേഹത്തിൻ്റെ മകൻ പറയാണ് ശരി അച്ഛ. യു കുഡ് ഡു ദാറ്റ് ഇഫ് യു വാണ്ടഡ് ടു. അച്ഛന് അത് ചെയ്യണം, അച്ഛനത് പറ്റണം. അങ്ങനെയാണ് അച്ഛൻ്റെ ഒരു ആഗ്രഹം ഉള്ളെങ്കിൽ അച്ഛനത് ചെയ്യാൻ വേണ്ടി പറ്റണം എന്ന് അദ്ദേഹത്തിൻ്റെ മകൻ പറഞ്ഞു. ഹി സൺസ് ഓൾറെഡി ന്യൂ ഹൗ ടു പ്രോഗ്രാം കമ്പ്യൂട്ടേഴ്സ്. അത് ശരിക്കും ഇത് ഒരു പ്രോഗ്രാം ഉണ്ടാക്കുന്ന കാര്യമാണ് കേട്ടോ പറയുന്നത്. കമ്പ്യൂട്ടറിൽ ഇത് ചെയ്ത് ഉണ്ടാക്കുന്ന കാര്യമാണ് പറയുന്നത് അല്ലേ. അവനറിയാം ഓൾറെഡി എങ്ങനെയാണ് ഇത് കമ്പ്യൂട്ടറിനകത്ത് ഇത്തരത്തിലുള്ള പ്രോഗ്രാം ചെയ്യാന്നുള്ളതൊക്കെ അവനറിയായിരുന്നു. അവൻ്റെ 11 വയസ്സായ അദ്ദേഹത്തിൻ്റെ മകനായ ആ കുഞ്ഞിനറിയായിരുന്നു എങ്ങനെയായി ചെയ്യാന്നുള്ളത്. ബട്ട് വാസ് നോട്ട് ഇൻട്രസ്റ്റഡ്. അവൻ പക്ഷേ എന്താണ് ഈ ഒരു കാര്യത്തിൽ വലിയ ഇൻട്രസ്റ്റഡ് അല്ല, വലിയ താല്പര്യമുള്ള. These days he wanted to give away books and devote his life to karate. ആ ദിവസങ്ങളൊക്കെ അവൻ എന്താ ആഗ്രഹിച്ചത്? അവൻ ആ പുസ്തകങ്ങളൊക്കെ കളഞ്ഞ് അദ്ദേഹം കരാട്ടയ്ക്ക് അല്ലെ, അവൻ കരാട്ടയ്ക്ക് ചേരണമെന്നാണ് അവൻ്റെ ആഗ്രഹം. ഹിസ് വൈഫ് ate the heart of the artichoke carefully. Well, he said. എന്താണ് അപ്പോഴേക്കും എന്താണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്താണ് ആർട്ടിച്ചോക്സിൻ്റെ ഒക്കെ ഉൾഭാഗമൊക്കെ കഴിച്ചല്ലേ, അതിൻ്റെ ഹൃദയഭാഗമൊക്കെ അങ്ങനെ കഴിച്ച് വരികയായിരുന്നു. വെൽ ഹി സാഡ്. എന്ത് പറയുന്നു എന്ന് അദ്ദേഹം അവളോട് ചോദിക്കുകയാണ് അല്ലേ. എന്താ പറയുന്നത് അല്ല, ഈ ഒരു അഭിപ്രായത്തോടെ എന്താ പറയുന്നതെന്ന് അദ്ദേഹം അവളോട് ചോദിക്കണം. ദ തിങ് ഈസ് ഷീ ആൻസേർഡ് I am in front of the computer already and I like to spend the evening in the garden. He understood she was not interested അല്ലേ. അവൾ പറയാണ് ഞാൻ എപ്പോഴും വൈകുന്നേരം വരെ എപ്പോഴും കമ്പ്യൂട്ടറിന് മുന്നിലാണ് ചിലവഴിക്കുന്നത്. അപ്പോൾ ഞാൻ വൈകുന്നേരം ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്നത് പൂന്തോട്ടത്തിലാണ് എന്നാണ് ഭാര്യയുടെ മറുപടി അല്ലേ. അദ്ദേഹത്തിന് മനസ്സിലായി അവൾക്ക് ഒട്ടും തന്നെ ഇതിനകത്ത് ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷെ എന്താണ് ചെയ്യുന്നത് ഇവിടെ? ഗ്രെറ്റ ലുക്ക്ഡ് അപ്പ് ഫ്രം ഹർ artichoke leaves. She was arranging them in a swirling pattern in her bowl. ഗ്രെറ്റ മകൾ പെട്ടെന്ന് തലയുയർത്തി നോക്കിയിട്ട് അവളിങ്ങനെ ആർട്ടിച്ചോക്സ് ലീവ്സ് ഇങ്ങനെ എന്ത് ചെയ്യായിരുന്നു, ഈ ഒരു ഗ്ലാസിൻ്റെ ഉള്ളിലെങ്ങാൻ ഇങ്ങനെ ഒരു ബൗളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കറക്റ്റായിട്ട് റൗണ്ട് ചെയ്ത് അല്ലേ സ്വേൾ ചെയ്തിങ്ങനെ വെക്കുമായിരുന്നു, അല്ലെങ്കിൽ റൗണ്ട് ചെയ്ത് വെക്കുമായിരുന്നു. You said there was fruit. You said there could be fruit. അല്ലേ എന്താ പറയുന്നത്? അവളെന്താ പറയുന്നത്? നിങ്ങളെന്താ പറഞ്ഞത്? തെരുവുകൾ അല്ലേ, തെരുവുകളുണ്ടെന്ന് അല്ലേ, പിന്നെ ഫലങ്ങളുണ്ടെന്ന് അല്ലേ. നിങ്ങളെന്താ പറഞ്ഞത്? തെരുവുകളുണ്ടെന്ന്. അല്ലെങ്കിൽ യു സെഡ് ദർ വാസ് സ്ട്രീറ്റ് അല്ലേ. നിങ്ങളെന്താ പറഞ്ഞത്? അവിടെ തെരുവുകളുണ്ടെന്നല്ലേ. പിന്നെ എന്താ പറഞ്ഞത്? ഫലങ്ങളുണ്ടെന്നല്ലേ എന്ന് മകൾ ചോദിക്കുകയാണ്. There was not questions. Greta often repeated whatever she heard. അത് ക്വസ്റ്റ്യൻസ് ആയിരുന്നില്ല. ഗ്രെറ്റ എന്ന പെൺകുട്ടി കേൾക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് തിരിച്ചു പറയുന്നത്. അത് അച്ഛൻ പറഞ്ഞല്ലേ ഉള്ളൂ ആ കാര്യം. അവിടെ ഇതുണ്ട്, ഈ പറയുന്ന രീതിയിൽ മുറികളുണ്ട്, അതുപോലെ അവിടെ സ്ട്രീറ്റ് ഉണ്ട്, മുറികളുണ്ട്, പഴങ്ങളുണ്ട് എന്നൊക്കെ പറയല്ലേ. അത് തന്നെ അവൾ ആവർത്തിച്ച് തിരിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ക്വസ്റ്റ്യൻസ് അല്ല, അവൾ തിരിച്ചു പറയുകയാണ്. കാരണം അവൾ എന്താണോ കേട്ടത് അത് തിരിച്ചു പറയുക എന്നുള്ളതാണ് അവളുടെ ശീലം. She had worked hard to tie her shoes by age 10 and could read a 5th grade level. അവൾ ഇപ്പോഴും അവളുടെ 10ാം വയസ്സിലും അവളുടെ 10ാം വയസ്സായ സമയത്തും അവൾക്ക് ഷൂ കെട്ടാൻ വേണ്ടി അതിൻ്റെ ഷൂവിൻ്റെ ലേസ് കെട്ടാൻ വേണ്ടി ആ 10ാം വയസ്സിലും ബുദ്ധിമുട്ടായിരുന്നു
അല്ലേ. അവൾ എന്താണ്, അവളുടെ 5th ഗ്രേഡ് ലെവലിലാണ് അവൾ ഇപ്പോഴും അവളുടെ പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 5 grades below ജോയൽ, അതായത് 11 വയസ്സുള്ള തൻ്റെ അനിയനേക്കാൾ വളരെ 5 ഗ്രേഡ് കുറവിലാണ് അവൾ ഇപ്പോഴും പഠിച്ചു കൊണ്ടിരിക്കുന്നത്. ഈവൻ ദോ ഷീ വാസ് 16, അവൾക്ക് 16 വയസ്സായി. ആ 16 വയസ്സായിട്ടും 11 വയസ്സിൽ തൻ്റെ അനിയനേക്കാൾ 5 ഗ്രേഡ് താഴെയാണ് അവൾ പഠിച്ചു കൊണ്ടിരിക്കുന്നത്. ഷീ വെൻറ്റ് ടു എ സ്പെഷ്യൽ സ്കൂൾ, അവൾ സ്പെഷ്യൽ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ മനസ്സിലായാലോ, ആ കൊച്ചിന് വലിയ പാടില്ലാത്തൊരു കൊച്ചാണ്, എന്നാലും സ്പെഷ്യൽ സ്കൂളൊക്കെ പോയി അവൾ കുറേ എന്താണ് മേക്കപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അവളെ ഒന്ന് മുന്നോട്ട് കൊണ്ടുവരാനുള്ള ശ്രമം ആശ്രമമാരൊക്കെ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിതിലൂടെ കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നത്. അപ്പോൾ അവൾക്ക് എന്താണ്, അവൾക്ക് ചോദ്യങ്ങളില്ല, നമ്മളെന്താണോ പറയുന്നത് അവൾ തന്നെ അവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളതാണ് അതിൽ കാണാൻ വേണ്ടി പറ്റുന്നത്. ഐ വാണ്ട് ടു സീ, ഷീ സെഡ്. ഐ വിൽ ഷോ യു. അവൾ എന്താ പറയുന്നത്, എനിക്കത് കാണണം. അച്ഛനോട് പറയാണല്ലേ, എനിക്കത് കാണണം. ഐ വിൽ ഷോ യു, ഞാൻ നിന്നെ അത് കാണിച്ചു തരാലോ. ഹി ആൻസർഡ്, അല്ലേ, അദ്ദേഹം പറയാൻ ഞാൻ നിന്നെ കാണിച്ചു തരാലോ. ഹിസ് വൈഫ് ആൻഡ് ഹിസ് സൺ മെയ്ഡ് ഐസ്. അമ്മയും മോനും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, അതായത് അവർക്ക് ഇതിന് വലിയ താല്പര്യമില്ല, അപ്പോൾ അവരെ അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കുകയാണ്. ഹീസ് അറ്റ് ഇറ്റ്സ് അഗെയിൻ, അല്ലേ, അയാളിത് പിന്നെ അച്ഛൻ ഇത് പിന്നെയും ചെയ്യാൻ പോകണ്ടാണ്. ഹി ഈസ് ഗെറ്റിംഗ് റെറ്റ ഇൻ ടു ഇറ്റ് ടു, അല്ലേ, അദ്ദേഹം എന്താണ് അവളെയും കൂടി ആ ഒരു കമ്പ്യൂട്ടർ ലോകത്തേക്ക് കൊണ്ടുപോവുകയാണ്, അല്ലെ, ആ ഒരു പ്രോഗ്രാമിലേക്ക് കൊണ്ടുപോകുകയാണെന്ന് അവർക്ക് തോന്നുകയാണ്. എന്താ, അവർ പരസ്പരം നോക്കുകയാണ്. Come on, I will show you where you can make up streets and bowls of fruit. Greta sat in his chair and he sat next to her. അല്ലേ, ഗ്രറ്റയോട് പറഞ്ഞു വന്നിരുന്ന് നോക്കാൻ വേണ്ടി പറയുകയാണ്. നിൻ്റെ എന്താ പറയുക ബൗളിലെ ഫ്രൂട്ടൊക്കെ നോക്കാൻ വേണ്ടി പറയുകയാണ്. ഗ്രറ്റ എന്താണ് അദ്ദേഹത്തിൻ്റെ ചെയറിലേക്ക് വന്നിരിക്കുകയാണ്. അദ്ദേഹം ആണെങ്കിൽ അവളുടെ അടുത്തേക്ക് ചേർന്നിരിക്കുകയാണ്. ഗ്രറ്റ കുഡ് ടൈപ്പ് വെരി സ്ലോലി, അല്ലെ, ഗ്രറ്റ എന്താണ് പതിയാണ് ടൈപ്പ് ചെയ്യത്തുള്ളൂ. ബൈ ദ ടൈം ഷീസ് ലെഫ്റ്റ് ഹെർ സ്കൂൾ ഷീ മൈറ്റ് ബി ഏബിൾ ടു ടൈപ്പ് ഫാസ്റ്റ് ഇനഫ് ടു ഗെറ്റ് എ വേർഡ് പ്രോസസിങ് ജോബ്. നോ വൺ ന്യൂ ഫോർ ഷുവർ, അല്ലേ, എന്താണ് അവൾക്കൊന്നുകൂടി ഇപ്പോൾ സ്ലോ ആയിട്ടാണ് അവൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവൾക്കൊന്നുകൂടി ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റിയെങ്കിൽ അവൾക്കൊരു എന്താവാൻ വേണ്ടി പറ്റുമായിരുന്നു, ഒരു ജോലി, അല്ലെ, ഒരു ടൈപ്പിംഗ് ജോലി അവൾക്ക് കിട്ടിയേനെ എന്നുള്ളതാണ് പറയുന്നത്, അല്ലേ. എന്താ പറയുക, അവൾക്ക് അങ്ങനെ ഒരു ജോലി കിട്ടിയേനെ എന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവുകയാണ്. പക്ഷെ ആർക്കും അതിൽ വലിയ ഉറപ്പൊന്നും ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും, അല്ലേ. ആർക്കും അതിൽ വലിയ ഉറപ്പില്ലായിരുന്നില്ല. നോ വൺ ന്യൂ ഫോർ ഷുവർ എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് നേരെ ഇവിടെ നോക്കാം. There is a guy named Sam who set up this whole library of classic. He lives in Illinois, but he made this incredible place. What he clicked into a program and was about to show Greta the collection of books when he saw her staring into space. You want something of your own, don't you? Yes, peaches and pears and artichokes. അതായത് ഒരാളെ പറ്റി പറഞ്ഞു കൊടുക്കുകയാണ്. സാം എന്നൊരാളുണ്ട്, മോളോട് പറയണം സാം എന്നൊരാളുണ്ട്, അല്ലെ, സാം എന്നൊരാളുണ്ട്. ക്ലാസിക് പുസ്തകങ്ങളുടെ ഒരു ലൈബ്രറി തന്നെ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹം എവിടെയാണ്, ഇല്ലിനോയ്സിലാണ് താമസിക്കുന്നത്. ഇതൊക്കെ ഇങ്ങനെ കാണിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. അച്ഛൻ മോളോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലേ, അങ്ങനെ അവിടെയാണ് അദ്ദേഹം താമസിക്കുന്നത്. പക്ഷേ അയാൾ ഉണ്ടാക്കിയ അവിടം ഭയങ്കര അവിശ്വസനീയമായ, അല്ലേ, ഒന്നാണ്, നോക്കൂ എന്നൊക്കെ പറയുകയാണ്, അമ്മോളോട് ഇങ്ങനെ പറയുകയാണ്. പക്ഷെ എന്താണ്, അയാളിങ്ങനെ പ്രോഗ്രാമിലേക്ക് ക്ലിക്ക് ചെയ്ത സമയത്ത് ഈ മോളുടെ ഗ്രറ്റ അങ്ങനെ ശൂന്യതയിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുന്നതാണ് അദ്ദേഹത്തിന് കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ അദ്ദേഹത്തെ മനസ്സിലാക്കി ഇവർക്ക് താല്പര്യമൊന്നുമില്ല, അവൾ വേറെ എവിടെയോ ആലോചിച്ചിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കി. ഇതൊക്കെ കാണിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഈ കൊച്ചതൊന്നും കാണാൻ വേണ്ടി ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, അല്ലേ, യു വാണ്ട് സംതിങ് ഓഫ് യുവർ ഓൺ, അല്ലേ, നിനക്ക് നിൻ്റെതായ എന്തെങ്കിലും വേണമല്ലേ, അങ്ങനെ ആയിരിക്കും, അല്ലേ, ഡോണ്ട് യു എന്ന് ചോദിക്കുകയാണ്. യെസ്, പീച്ചസ് ആൻഡ് പിയേഴ്സ് ആൻഡ് ആർട്ടിച്ചോക്സ്, അല്ലേ, എന്തൊക്കെ വേണമെന്ന് അവൾ പറയുന്നത്, പീച്ചസും പിയേഴ്സും അതുപോലെ ആർട്ടിച്ചോക്സ് ഒക്കെ വേണം. ഡു യു വാണ്ട് സം ഇൻ എ ഹൗസ് വിത്ത് എ ബാൾ ഇൻ എ കിച്ചൺ ഓർ മേ ബി ഇൻ എ ഗാർഡൻ, അല്ലേ, അത് നിനക്ക് വീടിൻ്റെ അടുക്കളയിൽ കപ്പുകളായിട്ട് വേണോ അതോ തോട്ടത്തിൽ വേണോ, എങ്ങനെയാണ് വേണ്ടേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. പക്ഷെ എന്താണ്, അത് ആവുമ്പോഴത്തന്നെ ഹി വാസ് ഓൾറെഡി ടൈപ്പിംഗ്, അത് ചോദിക്കുമ്പോൾ തന്നെ അദ്ദേഹം ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിരുന്നു. എന്താണ്, ക്രിയേറ്റിംഗ് സ്ട്രീറ്റ് കോൾഡ് ഗ്രറ്റ സ്ട്രീറ്റ്, അല്ലേ,
എന്താണ് ഗ്രറ്റയുടെ ആ ഒരു സ്ട്രീറ്റ് എന്ന് പറയുന്നത് അദ്ദേഹം ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. എ ഹൗസ് കോൾഡ് ഗ്രറ്റാസ് ഹൗസ് അല്ലേ, ആ സ്ട്രീറ്റിലെ ഹൗസ് എന്താണ് ഗ്രറ്റ ഹൗസ് എന്ന പേരിനകത്ത് ഉണ്ടാക്കുമായിരുന്നു. വൈ ആർ യു റൈറ്റിംഗ് ഓൾ ദാറ്റ് ഡൗൺ എന്നാണ്, എന്തിനാണ് അതെല്ലാം എഴുതുന്നത് എന്നാണ് അടുത്ത ചോദ്യം. ബിക്കോസ് ദേ ആർ യുവേഴ്സ്, അതെ അതെല്ലാം നിൻ്റെയാണ്, അതുകൊണ്ടാണ് അങ്ങനെ എഴുതുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞു കൊടുത്ത മറുപടി അല്ലേ. അത് നിൻ്റേതല്ലേ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതുന്നത് എന്നാണ് പറയുന്നത്. ദേ ബിലോങ്സ് ടു യു അല്ലേ, അത് നിൻ്റെയാണ് അല്ലേ, നിൻ്റെയാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതുന്നത്. ഗ്രറ്റ ലുക്ക്ഡ് അറ്റ് ദ സ്ക്രീൻ അല്ലേ, ഗ്രറ്റ എന്താണ് സ്ക്രീനിലേക്ക് നോക്കുകയാണ്. ഹർ ബ്ലോണ്ട് ഹെയർ ബ്ലെൻഡഡ് വിത്ത് ഹർ സ്വെറ്റർ അല്ലേ, അവളുടെ ബ്ലോണ്ടായ എന്താ പറയുക ഹെയർ എന്താണ് അവിടെ സ്വെറ്ററിനോട് ചേർന്ന് കിടക്കുകയാണ്. ഹർ ബ്ലൂ ഐസ് വേർ ദ ഓൺലി കളർ ഇൻ ഹർ ഫേസ്, ആകെ അവളുടെ നീല കണ്ണുകൾ മാത്രമാണ് അവിടെ കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നത് അല്ലേ. അവളുടെ സ്വർണ്ണ നിറത്തിലുള്ള മുടിയായിരിക്കും, അതിങ്ങനെ മുഖത്തോട് ചേർന്ന് അവരുടെ സ്വെറ്ററിനോട് ചേർന്നിരിക്കുമ്പോൾ എല്ലാം ഒരേ കളറിലാകെ നീല കണ്ണുകൾ മാത്രമാണ് അതിൽ കളർഫുള്ളായിട്ട് നിൽക്കുന്നതെന്ന് നമുക്ക് തോന്നുകയാണ്. ഓക്കെ അല്ലേ, അടുത്ത ഭാഗത്തേക്ക് പോവാം അല്ലേ. ഐ വാണ്ട് എ ബോൾ ഇൻ എവറി റൂം ഷീ റിസെഡ്, എന്താണ് എനിക്ക് എല്ലാ റൂമിലും എന്താണ് അങ്ങനെയുള്ള ബോൾ വേണമെന്നാണ് അവൾ അടുത്ത മറുപടി. പീച്ചസ് ഇൻ ദ കിച്ചൺ ആൻഡ് ലിവിംഗ് റൂം ആൻഡ് ഓൾ ദി ബെഡ്റൂംസ്, പീച്ചസ് എവിടെയൊക്കെ വേണം, കിച്ചണിൽ വേണം, ലിവിംഗ് റൂമിൽ വേണം, ഓൾ ബെഡ്റൂംസിലൊക്കെ വേണം. വാട്ട് അബൌട്ട് ആർട്ടിച്ചോക്സ്, ഗ്രറ്റ പിക്ഡ് അറ്റ് ഹർ സ്വെറ്റർ സംതിങ് ആൻഡ് ഷി ഡിഡ് വെൻ ഷി ന്യൂ ഷി ഹാഡ് ഗോട്ടൺ ഇറ്റ് റൈറ്റ് അല്ലേ. എന്താണ് അപ്പോൾ അച്ഛൻ ചോദിച്ചു എന്താണ് അപ്പോൾ ആർട്ടിച്ചോക്സോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൾക്ക് അറിയില്ല, അപ്പോൾ അറിയാത്ത സമയത്താണ് അവളുടെ ഈ സ്വെറ്ററിൽ ഈ ഒരു ചെറിയ ചലനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അവൾക്ക് ഉത്തരം അറിയില്ല എങ്കിൽ അത് ശരിയല്ല എങ്കിൽ അവളത് പറയില്ല എന്നുള്ളതാണ്. ഷീ ഹാഡ് ഫോർഗോട്ടൺ അബൌട്ട് ആർട്ടിച്ചോക്സ് ആൻഡ് ഹി വാസ് സോറി ഹി ഹാഡ് റിമൈൻഡ് ഹർ, എന്താണ് അവൾ ആർട്ടിച്ചോക്സിനെ പറ്റി തന്നെ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് അച്ഛനും എന്താണ് സോറി പറഞ്ഞു, അത് അദ്ദേഹം ഓർമ്മിപ്പിക്കേണ്ടതായിരുന്നു, വിട്ടുപോയി എന്ന് പറഞ്ഞിട്ട് സോറി പറയുകയാണ്. ഇറ്റ്സ് ഓക്കെ ഹി സെഡ്, അത് കുഴപ്പമില്ല മോളെ, വി വിൽ പുട്ട് പീച്ചസ് എവറിവെയർ, നമുക്ക് പീച്ചസ് എല്ലായിടത്തും വെക്കാം കേട്ടോ, എല്ലായിടത്തും വെക്കാമെന്നാണ് പറയുന്നത്. ഷുഡ് ദ ബോൾസ് ബി എ കളർ, ഇപ്പം എന്താണ് ബോൾസിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ, ഒരു കളർ ഉണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ബ്ലൂ ഹി ആസ്ക്ഡ് ഗ്രറ്റ ഹൗ മെനി വിൻഡോസ് ഷീ വാണ്ടഡ് വെദർ ദർ ഷുഡ് ബി എ ഫയർ പ്ലേസ് അല്ലേ. എന്താ പറയുന്നത് അങ്ങനെ ബോൾസിന് അങ്ങനെ പ്രത്യേകിച്ച് കളർ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൾ പറഞ്ഞു ബ്ലൂ എന്ന് പറഞ്ഞു. അതുപോലെ അച്ഛൻ എന്താ പറയുക ചോദിക്കാൻ വേണ്ടി എത്ര വിൻഡോസാണ് മോക്ക് വേണ്ടത് അല്ലേ, ആ ഒരു പിന്നെ അവിടെ വേറെ എന്തെങ്കിലും വേണോ, ഫയർ പ്ലേസ് അല്ലെ, തീ കൂട്ടാനുള്ള സ്ഥലം വേണോ, ആൻഡ് ഇഫ് ദർ ഷുഡ് ബി എ കർട്ടൻസ് അല്ലേ, അവൾ പറഞ്ഞു അവിടെ എന്താണ് കർട്ടൻസ് എന്തായാലും വേണം. ഗ്രറ്റ ചൂസ് 11 വിൻഡോസ് അല്ലേ, 11 വിൻഡോസ് വേണമെന്ന് അവൾ പറഞ്ഞു അല്ലേ. covered with sheer white curtains like the one she had in her bedroom അല്ലേ, അവളുടെ റൂമിലുള്ള വെള്ള നിറത്തിലുള്ള കേർട്ടൻ പോലെയുള്ള കേർട്ടൻസും അതിന് വേണം അല്ലേ. 11 ജനൽ വേണം, അതുപോലെ 11 കേർട്ടൻസും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അവിടെ വേണം എന്നുള്ളതാണ് അവൾ പറയുന്നത് അല്ലേ, അതാണ് പറയുന്നത്. ഓക്കെ, നൗ ദ ഫ്രൂട്ട് ഹി സെഡ് അല്ല, വി വിൽ സ്റ്റാർട്ട് വിത്ത് ദ കിച്ചൺ. ഹി റോഡ് ഗ്രറ്റ കിച്ചൺ and walk around, help yourself to his bowl of fruit, but where are the peaches അല്ലേ. എന്താ പറയണത്, അവൾ പറയാണ് ഓക്കെ നൗ ദ ഫ്രൂട്ട് ഹി സെഡ് അല്ലേ, ഫ്രൂട്ടൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്, അവിടെ അതൊക്കെ ശരിയായിട്ടുണ്ട്, പഴങ്ങൾ നമുക്ക് തുടങ്ങാം എന്നുള്ളതാണ്. വി വിൽ സ്റ്റാർട്ട് വിത്ത് ദ കിച്ചൺ, നമുക്ക് ആദ്യം അടുക്കളയിലേക്ക് അല്ലേ, അടുക്കളയിലേക്ക് പോയിട്ട് അടുക്കളയിൽ നിന്ന് തുടങ്ങാം എന്നുള്ളതാണ് പറയുന്നത്. എന്താണ് പറഞ്ഞേക്കുന്നത് അവിടെ പറയാണ് ആൻഡ് ആഡഡ് വാക്ക് അറൗണ്ട്, അവിടെയൊക്കെ ചുറ്റി നടന്നിട്ട് ഹെൽപ്പ് യുവർ സെൽഫ് ടു ദിസ് ബോൾ ഓഫ് ഫ്രൂട്ട് അല്ലേ, അവിടെ ആ ഒരു ഫ്രൂട്ടിന് ആ ഒരു സംഭവത്തെ എല്ലാം തന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ബട്ട് വേർ ആർ ദ പീച്ചസ്, പക്ഷേ പീച്ചസ് എവിടെ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താണ് അടുത്ത ഭാഗം നോക്കുമ്പോൾ ഇൻ എ മിനിറ്റ് ലുക്ക് this is cool, you click on the ball and see what happened. He shielded the screen for a moment and wrote pictures right. He said just click ball. എന്താ പറഞ്ഞേ, അപ്പം ഒരു മിനിറ്റ് ഇങ്ങോട്ടേക്ക് നോക്കാനോ, ഒരു മിനിറ്റ് നോക്കൂ, ഇതെന്താണ് ഇത് തണുത്തതാണെന്ന് പറഞ്ഞില്ലേ, ദിസ് ഈസ് കൂൾ, ഇത് തണുത്തതാണ്, ദിസ് ഈസ് കൂൾ എന്നുള്ളതാണ് പറയുന്നത്. ഈ പാത്രത്തിൻ്റെ ചുവട്ടിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാനാണ് പറയുന്നത് അല്ലേ.
യു ക്ലിക്ക് അണ്ടർ ബോൾ അല്ലെ, ആ പാത്രത്തിന്റെ ചോട്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കൂ, എന്താ സംഭവിക്കുന്നതെന്ന് കണ്ടോ, ആൻഡ് സീ വാട്ട് ഹാപ്പൻ, എന്താ സംഭവിക്കുന്നതെന്ന് കണ്ടോ എന്നാണ് ചോദിക്കുന്നത്. He shielded the screen for a moment and wrote Peaches right. He said just click ball അല്ലേ. അയാൾ അവളോട് എന്ത് പറഞ്ഞു, പാത്രത്തിലൊന്ന് ക്ലിക്ക് ചെയ്യും മോളെ. ആ പാത്രത്തിൽ ക്ലിക്ക് ചെയ്തപ്പോൾ എന്താണ്, ഒരു പീച്ചസ് എന്ന വാക്ക് ഇങ്ങനെ തെളിഞ്ഞ് വരും അല്ലേ. എന്താണ് അവിടെ അപ്പിയർ ചെയ്ത്, പീച്ചസ് എന്ന വാക്ക് ഇങ്ങനെ. ഗ്രേറ്റ ക്ലിക്ക്ഡ് ബോൾ ആൻഡ് ദ വേർഡ് പീച്ചസ് അപ്പിയർ ഇറ്റ്സ് ജസ്റ്റ് എ വേർഡ് ഷീ സാഡ് ടു ഹിം അല്ലേ. അപ്പോൾ ആ പീച്ചസ് എന്ന വാക്ക് ഇങ്ങനെ തെളിഞ്ഞ് വരും എന്നാ പറയുന്നത്. ഇത് വെറും വാക്കല്ലേ എന്ന് ചോദിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഇനി ഒരു സംഭവം പറഞ്ഞല്ലോ, ഷി സാഡ് ടു ഹിം അല്ലേ. എന്താ പറഞ്ഞത്, ഇറ്റ്സ് ജസ്റ്റ് എ വേർഡ് അല്ലേ. ഇതെന്താണ്, ഇതൊരു വെറും ഒരു വാക്കല്ലേ എന്ന് പറഞ്ഞു. ഇത് വെറും വാക്കല്ലേ എന്ന് പറയുന്ന സമയത്ത്, വെൽ ദാറ്റ്സ് ദ ഐഡിയ ബട്ട് യു ക്യാൻ സീ ദ പിക്ചർ ഓഫ് ദ ഫ്രൂട്ട് അല്ലേ. എന്താണ്, അത് കൊള്ളാം, നല്ലതാണ്, അതാണ് കഥ. പക്ഷെ നിനക്ക് ഒരു പഴത്തിൻ്റെ അവിടെ ചിത്രം കിട്ടുന്നില്ലേ എന്നുള്ളതാണ് ചോദിക്കുന്നത്. Word peaches appeared, it's just a word, she said to him. Well, that's the idea, but you can see a picture of the fruit. I thought you could make a real peaches. No, you have to go to the store of though. എന്താണ് അതൊക്കെ വെറും വാക്കല്ലേ എന്ന് പറഞ്ഞ സമയത്ത് പറയാലോ, കൊള്ളാം അതാണ്, പക്ഷെ നിനക്ക് ആ പഴത്തിൻ്റെ പേര് പറയുമ്പോൾ അവിടെ ചിത്രം കാണാൻ വേണ്ടി പറ്റുന്നില്ലേ, അത് എന്താണ് അപ്പോൾ അവൾ പറയണം, ഐ തോട്ട് യു കുഡ് മേക്ക് റിയൽ പീച്ചസ്. ഞാൻ വിചാരിച്ചു നിങ്ങൾ ശരിക്കും ഒറിജിനലായ പീച്ചസ്, അവൾക്ക് അറിയില്ല യാഥാർത്ഥ്യം. അപ്പോൾ അവൾ പറയണം, ഞാൻ വിചാരിച്ചു നിങ്ങൾ ഒറിജിനലായ പീച്ചസാണ് ഉണ്ടാക്കാൻ വേണ്ടി പോയതെന്ന്. അപ്പോൾ എന്ത് പറഞ്ഞു, നോ യു ഹാവ് ടു ഗോ ടു ദി സ്റ്റോർ ഫോർ ദോ. എന്താണ്, അതില്ല, അത് വേണമെങ്കിൽ യഥാർത്ഥ കടയിൽ തന്നെ പോകണം എന്നാണ് അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നത്. ബട്ട് ദീസ് ആർ ജസ്റ്റ് വേർഡ്സ്. വെൽ യെസ് അല്ലേ, പക്ഷേ ഇത് വെറും വാക്കുകളല്ലേ, അതേ വാക്കുകളാണെന്ന് പറയുകയാണ്. ദെൻ വൈ ഡു പീപ്പിൾ ലൈക്ക് ദം, എന്തുകൊണ്ടാണ് പക്ഷെങ്കിൽ ആളുകൾക്ക് അത് ഇഷ്ടപ്പെടുന്നത് ആണ് അടുത്ത ചോദ്യമായിട്ട് അവൾ ചോദിച്ചേക്കുന്നത്. ബിക്കോസ് ദേ റിമൈൻഡ് ദം ഓഫ് വാട്ട് ദേ സ്റ്റാൻഡ് ഫോർ അല്ലേ. അവരെ റിമൈൻഡ് ചെയ്യാണ് അല്ലേ, എന്ത് ചെയ്യാണ്, അവരെ ഓരോ വാക്കും വെച്ചിട്ട് അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. ലൈക്ക് ഇൻ യുവർ ബുക്സ് അല്ലെ, നിങ്ങളുടെ പുസ്തകത്തിലുള്ളതുപോലെ ഓരോ വാക്കും വെച്ച് ഓരോ ചിത്രങ്ങൾ അവരുടെ മനസ്സിനകത്തേക്ക് കൊണ്ടുവരികയാണ്. ഹി ക്രിയേറ്റഡ് അതർ റൂംസ് ആസ്കിംഗ് ഗ്രെറ്റ വാട്ട് ഷി വാണ്ടഡ്, എ കിച്ചൺ, a dining room, a living room, a bedroom, a room for a cat and one bathroom അല്ലേ. അത്രയാണ് പറയുന്നത്. എന്താ ഇവിടെ ചെയ്ത്, ഹി ക്രിയേറ്റഡ് അതർ റൂംസ് അല്ലേ. അദ്ദേഹം അവളോട് ആസ്കിങ് ഗ്രെറ്റ അല്ലെ, അവളോട് ചോദിച്ചതിന് ശേഷം അദ്ദേഹം കുറേ മുറികൾ ഉണ്ടാക്കുന്നുണ്ട്. കിച്ചൺ, അതുപോലെ ഡൈനിങ് റൂം, ലിവിങ് റൂം, ബെഡ്റൂം, ഇതൊക്കെ അദ്ദേഹം അവിടെ ഉണ്ടാക്കുകയാണല്ലോ. ഒരു ക്യാറ്റ് റൂം, അതുപോലെ തന്നെ ഒരു ബാത്റൂമും എല്ലാം അവിടെ ഉണ്ടാക്കുകയാണ്. നോ നോട്ട് എ ബാത്റൂം ഷീസ് ഡിസൈഡഡ്. വേണ്ട ബാത്റൂം വേണ്ട എന്ന് അവൾ പറഞ്ഞു. ദിസ് ഈസ് നോട്ട് എ റിയൽ ഹൗസ് സോ പീപ്പിൾ വുഡ് നോട്ട് യൂസ് ഇറ്റ് അല്ലേ. ഇത് ശരിക്കുള്ള ഹൗസ് അല്ല അല്ലേ, അതുകൊണ്ട് ബാത്റൂം വേണ്ട അല്ലേ, കമ്പ്യൂട്ടർ പ്രോഗ്രാം ആണല്ലേ, അതുകൊണ്ട് വേണ്ട അല്ലേ. സോ പീപ്പിൾ വുഡൻറ്റ് യൂസ് ഇറ്റ്, അത് ആളുകൾ ഉപയോഗിക്കില്ലല്ലോ, അപ്പോൾ വേണമെന്നില്ല അല്ലേ. യു ആർ റൈറ്റ് ഹി സെഡ് അല്ലേ, കറക്റ്റാണ് മോളെ നീ പറഞ്ഞത്, ആൾ ഉപയോഗിക്കുന്നത് ഇത് കമ്പ്യൂട്ടറിലെ പരിപാടിയല്ലേ, അപ്പോൾ എന്താണ് ബാത്റൂം വേണ്ട. യു ഡോണ്ട് നീഡ് എ ബാത്റൂം, ഇതിന് തൽക്കാലം ബാത്റൂം വേണ്ട. ഹി പ്രോഗ്രാംഡ് ബൗൾസ് ഓഫ് പീച്ചസ് ഇൻ എവറി റൂം. നൗ ഹി സെഡ് ടു ഗ്രെറ്റ യു ക്ലിക്ക്. എന്താണ് അദ്ദേഹം ഒരു പ്രോഗ്രാം അവിടെ ബൗളിൽ പീച്ചസിനൊക്കെ ആക്കിയിട്ട് എല്ലാ റൂമിൽ വെച്ചിട്ട് ആ പ്രോഗ്രാമൊക്കെ സെറ്റ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു ഗ്രെറ്റയോട് ക്ലിക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. Greta clicked and this time smiled when the word peaches appeared. It was a fruit smile. അല്ലെ, ഗ്രെറ്റ ഒന്ന് ക്ലിക്ക് ചെയ്തപ്പോൾ എന്താണ് ഗ്രെറ്റ ചിരിച്ചു അല്ലേ. എന്താണ് അവിടെ വേർഡ് പീച്ചസ് എന്ന് പറഞ്ഞത് അപ്പിയർ ചെയ്തു. എന്താണ് അവർക്ക് എന്താണ് ഒരു ഫ്രൂട്ട് എന്താ പറയുക ഫേർട്ടീവ് സ്മൈൽ കിട്ടുകയാണ് അല്ല. ഇറ്റ് വാസ് എ ഫേർട്ടീവ് സ്മൈൽ എന്നുള്ളതാണ് പറയുന്നത്. എന്താ പറഞ്ഞത്, ആ ഒരു ഫേർട്ടീവ് സ്മൈൽ എന്താണ് അവൾ അവിടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. അതായത് മനസ്സിലായോ എന്ന് ചോദിച്ചതാണ്. എ സ്മൈൽ ഷീ ഗോട്ട് വെൻ ഷീ വാസ് പ്രിറ്റൻഡഡ് ഷീ അണ്ടർസ്റ്റുഡ് സംതിങ് ദാറ്റ് മെയ്ഡ് നോ സെൻസ്. മനസ്സിലായോ എന്ന് വെച്ചാൽ മനസ്സിലായില്ല, എന്നാൽ മനസ്സിലായി എന്ന് വെറുതെ തീർക്കാൻ വേണ്ടിയിട്ട് പറയുമ്പോൾ ഉള്ളൊരു ചിരി, അതാണ് ആ ചിരി എന്നാണ് ഫേർട്ടീവ് സ്മൈലായിട്ട് പറഞ്ഞത്. ദർ കുഡ് ബി അതർ ഫ്രൂട്ട് ഹി സെഡ്. അവിടെ വേറെയും പഴങ്ങളുണ്ട്. ദർ കുഡ് ബി ആപ്പിൾസ്, പിയേഴ്സ്, ദർ കുഡ് ബി ഫ്ലവേഴ്സ്. അവിടെ ആപ്പിൾ ഉണ്ട്, പിയേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഫ്ലവേഴ്സും ഉണ്ട് കേട്ടോ. ഷുവർ സെഡ് ഗ്രേറ്റ, ഉറപ്പായും. ദർ കുഡ് ബി എനിത്തിങ് അല്ലേ, എന്തും ആവാം അല്ലേ, അവിടെ എന്തും ആവാം എന്നുള്ളതാണ് പറയുന്നത്.
ഹിസ് വൈഫ് വാസ് കട്ടിങ് ബ്ലാക്ക് ബെറീസ് ഇൻ ദ ഗാർഡൻ അല്ലേ, അത്ര വരെ പറഞ്ഞു കേട്ടോ. അവിടെ എന്തും ആവാമല്ലോ മോളെ, ഇനി നമ്മൾ എന്ത് പഴങ്ങളും നമുക്ക് അവിടെ നിറക്കാം, അതെന്തും ആവാം എന്തും ആവാന്നൊക്കെ അച്ഛനിങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. അപ്പോൾ അവൻ്റെ വൈഫ് എന്ത് ചെയ്യായിരുന്നു, ബ്ലാക്ക് ബെറീസ് ഗാർഡനിൽ പറിക്കായിരുന്നു. ആൻഡ് ഗ്രറ്റ വാസ് ഓൾറെഡി സ്ലൈഡിങ് ഫ്രം ദ ചെയർ ടു ഹെൽപ്പ്. ഗ്രറ്റ അപ്പോഴേക്കാളിൽ ഊർന്നിറങ്ങി, അങ്ങോട്ടേക്ക് കസേരയിൽ ഊർന്നിറങ്ങി അവളെ അമ്മയെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഓടിക്കഴിഞ്ഞിരുന്നു. ഷീ വുഡ് ലൈവ് ഇൻ എ ഗ്രൂപ്പ് ഹൗസ് വിത്ത് അതർ പീപ്പിൾ ലൈക്ക് ഹർ അല്ലേ, എന്താണ് അവളെ പോലെയുള്ള മറ്റുള്ളവർ താമസിക്കുന്ന ഒരിടത്തായിരിക്കും അവളും താമസിക്കുക എന്നാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഓർമ്മ വരുന്നത് അല്ലേ. അവളെ പോലെയുള്ള, അതായത് സ്പെഷ്യൽ ആയിട്ടുള്ള കുട്ടികൾ താമസിക്കുന്നിടത്തായിരിക്കും ഇനി അവളും താമസിക്കാതിരിക്കുക എന്നാണ് അദ്ദേഹം തോന്നുന്നത്. ഹി ഹോപ്ഡ് ദ ഹൗസ് വുഡ് ബി ലാർജ് ആൻഡ് ഹാവ് ഷിയർ വൈറ്റ് കേർട്ടൻ ബിലോയിങ് ഇൻ ഓൾഡ് റൂംസ് അല്ലേ. എന്നാൽ അവൾ ആഗ്രഹിക്കുന്ന പോലെ വലിയ ആ വൈറ്റ് കേർട്ടൻസ് ഒക്കെയുള്ള വലിയ റൂമിൽ തന്നെ അവൾക്ക് താമസിക്കാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് അച്ഛനിങ്ങനെ ആഗ്രഹിക്കുകയാണ്. ഹി ഹോപ്ഡ് ഇറ്റ് വുഡ് ഹാവ് ആൻ orchard with fruit to put in a real blue bowls. എന്താണ് ബൗൾസ് എന്നാണ് പറയുന്നത്, അവൾ ആഗ്രഹിക്കുന്നത് പോലെ പഴങ്ങളാൽ തിങ്ങി നിറഞ്ഞ ഒരു പൂന്തോട്ടമൊക്കെയുള്ള അല്ലെ ഒരു പഴത്തോട്ടമൊക്കെയുള്ള സ്ഥലമായിരിക്കട്ടെ അവളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത്. അവിടെ എന്താണ് നീല നിറത്തിലുള്ള യഥാർത്ഥ ബൗൾസൊക്കെയുള്ള സ്ഥലങ്ങളാവട്ടെ, ആപ്പിൾസും പിയേഴ്സും പീച്ചസും അതുപോലുള്ള കാര്യങ്ങൾ. ആൻഡ് വാട്ട് എവർ ഗ്രറ്റ വാണ്ടഡ് അല്ലേ, ഈ പറയുന്ന കാര്യങ്ങളിൽ എന്തൊക്കെയാണോ ഗ്രറ്റയ്ക്ക് ആഗ്രഹമുള്ളത് അതൊക്കെയുള്ള സ്ഥലത്ത് അവൾ ജീവിക്കട്ടെ എന്നാണ് അദ്ദേഹം പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് അല്ലേ. അദ്ദേഹം ആഗ്രഹിക്കുകയാണ് തൻ്റെ സ്പെഷ്യലായിട്ടുള്ള മകൾ സ്പെഷ്യൽ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്ന സ്പെഷ്യലായ കുട്ടികളൊപ്പം തന്നെ താമസിക്കാൻ വേണ്ടിയിട്ട്. എന്നീ കാലഘട്ടത്തിൽ അങ്ങോട്ടേക്ക് വിധിക്കപ്പെട്ട തൻ്റെ മകൾക്ക് അവൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജീവിതം കിട്ടട്ടെ എന്ന് അച്ഛൻ ആഗ്രഹിക്കുകയാണ് അല്ലേ. ഈ കഥ ശരിക്കും എന്താണ് മക്കളെ നമ്മളോട് പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്? ഈ കഥ നമ്മളോട് പറയുന്ന കാര്യം എന്താണ്? ശരിക്കും സാധാരണത്തെ പോലെയുള്ള കഴിവില്ലാത്ത കുട്ടികൾ അല്ലേ, സാധാരണ നോർമൽ ആയിട്ടുള്ള ആളുകളെ പോലെയല്ലാത്ത, എന്നാൽ സ്പെഷ്യൽ കുട്ടികളാണെങ്കിൽ അവർക്ക് മറ്റു കഴിവുകളൊക്കെ ഉണ്ടാവും കേട്ടോ. ആ സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികൾ പോലെയുള്ള സമൂഹത്തിൻ്റെ അത്തരത്തിലുള്ള കുട്ടികൾ ഒരു പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ് എന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഈ പാഠത്തിലൂടെ കഴിയണം എന്നുള്ളതാണ്. ഈ പാഠം കൊണ്ട്, ഈ പാഠമാണ് ലാസ്റ്റ് പാഠട്ടോ, ആ പാഠത്തിൽ നമ്മളോട് പറയുകയാണ് നമ്മുടെ മനസ്സും എന്താണ് മറ്റുള്ളവളെ തമാശയാക്കുന്നതോ അല്ലെങ്കിൽ അവരുടെ അവസ്ഥകൾ അറിയാത്ത രീതിയിൽ പെരുമാറുന്നത് പോലെയോ അല്ല ആവരുത്. നമ്മൾ കുറച്ചുകൂടി ബെറ്ററായിട്ട് ചിന്തിക്കുന്ന ആളുകളാവണം. അവരെ കുറച്ചുകൂടി കൺസേൺ ചെയ്യുന്ന ഒരു സമൂഹത്തെയാണ്, നമുക്ക് ഒരു സൊസൈറ്റിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ ദൈനംദിന ഡെയിലി ലൈഫിൻ്റെ പല ഗുണങ്ങളും അവർക്ക് കിട്ടണോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ സ്ഥിതികൾ അനുസരിച്ചിരിക്കുന്നു. പക്ഷെ നമുക്ക് കുറച്ചുകൂടി അവരെ എന്താണ് മാറ്റി തീർക്കാൻ കുറച്ചുകൂടി നല്ല രീതിയിൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തണം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സൈബർ അല്ലെങ്കിൽ സാങ്കേതിക വിദ്യ എന്ന് നമ്മൾ പറയുന്ന ഇടങ്ങൾ. അത് കുറച്ചുകൂടി ബെറ്ററായിട്ട് അവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അവർ കുറച്ചുകൂടി അതിൽ ഇൻവോൾവ് ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്താണ് ചുറ്റുമുള്ള, അതായത് തൻ്റെ ചുറ്റുമുള്ള ഒരു ലോകത്തെ ക്രമപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഗ്രറ്റ എന്ന പെൺകുട്ടിയുടെ ഒരു കഥയാണ് നമ്മുടെ അവിടെ കണ്ടിട്ടുള്ളത്, നമ്മളത് വായിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അവൾക്ക് വേണ്ട രീതിയിലുള്ള ലോകം സൃഷ്ടിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്ന, എന്നാൽ അത് സാങ്കേതിക വിദ്യയിലൂടെയാണെങ്കിലും അത് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തുന്ന ആളുകളായിട്ട് മാറുകയാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ അല്ലേ? ഇത്രയാണ് ഈ ഒരു കഥ ഇവിടെ നമ്മളോട് ഇപ്പോൾ ഷോർട്ട് സ്റ്റോറി നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ മക്കളെ നന്നായിട്ട് വായിക്കുക, നന്നായിട്ട് പഠിക്കുക, നല്ല രീതിയിൽ ഇത് വരികൾക്കിടയിലൂടെ വായിച്ചിട്ട് മക്കൾ എന്ത് ചെയ്യുക, നന്നായിട്ട് 2 or 3 വട്ടം വായിച്ചിട്ട് ഇതങ്ങോട്ട് മനസ്സിലങ്ങോട്ട് ഉറപ്പിച്ച് വെച്ചേക്കുക. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാനുണ്ട്, നമുക്കത് ഡിസ്കസ് ചെയ്യാം. അതിന് മുന്നേ നമ്മൾ ഇത് പാഠങ്ങൾ നന്നായിട്ട് വായിച്ചു വെക്കുക. നമ്മുടെ ഇംഗ്ലീഷിൻ്റെ +1 എല്ലാ ചാപ്റ്റേഴ്സും മക്കളെ ഇതോടുകൂടി ഇവിടെ ക്ലോസ് ചെയ്യുകയാണ്. ഓക്കെ അല്ലേ? മക്കൾ നന്നായിട്ട് വായിക്കുക, പഠിക്കുക, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ചെക്ക് ചെയ്യുക. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.